ഹലോ, നമസ്കാരം. നമുക്ക് അടുക്കളയിലേക്ക് ഒരുപാട് ടിപ്പുകൾ അത്യാവശ്യമാണ് അല്ലേ? പാചകം ഈസിയാക്കുന്നതോ അല്ലെങ്കിൽ സമയം കുറവ് മതി എന്നുള്ളതോ ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നാളികേരം വറുത്തരച്ച കറികൾ, നമ്മളെ സാമ്പാറെന്ന് വിചാരിക്കും, വറുത്തരച്ച നാടൻ സാമ്പാർ. അപ്പോൾ നമുക്ക് ആ നാളികേരം വറക്കാനുള്ള സമയം, നമുക്ക് അധികം ക്വാണ്ടിറ്റി വേണ്ടി വരില്ല. അപ്പം മിക്സിയിലിട്ടുണ്ടെങ്കിൽ അത് അരഞ്ഞു കിട്ടില്ല. അപ്പം അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾക്കുള്ള പരിഹാരമായിട്ട് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഈ ഉണ്ടാക്കി എടുക്കുന്ന ഈ ടിപ്പ് പ്രകാരം ഉണ്ടാക്കുന്ന സാധനം ഒരു പീസ് ഇട്ടാൽ മതി, കറി അടിമുടി മാറ്റി അടിപൊളിയായിരിക്കും. നമുക്ക് നോക്കിയാലോ. ഇത് നാളികേരം വറുത്തതാണ്. ഇത് എങ്ങനെ വറക്കാന്നുണ്ടെങ്കിൽ നാളികേരം ചിരകിയിട്ട് അതിനെ നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് മിക്സിയിൽ ഒരൊറ്റ കറക്കണം. അത് ആ പീസസ് എല്ലാം ഈവൺ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കറക്കിയെടുത്തിട്ട് ഇതുപോലെ വറുത്തെടുക്കാം. ഇതൊരു വലിയ ഉരുളിയിലിട്ട് വറുത്താൽ കുറച്ച് എളുപ്പമായിരിക്കും. അപ്പോൾ അതിൻ്റെ എല്ലാ വെള്ളത്തിൻ്റെ അംശവും നമ്മൾ കളയണം. അങ്ങനെ ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നവരെ വറക്കണം. എന്നിട്ട് അതിനെ നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കണം. ഇത് മിക്സിയിലിട്ട് അരച്ച് വെച്ചതാണ്. നല്ല പേസ്റ്റ് പോലെ അരയണം കേട്ടോ. ഇത് വെള്ളം ചേർത്തല്ല, നാളികേരത്തുനിന്ന് ഊർന്ന് വന്നിട്ടുള്ള വെളിച്ചെണ്ണ അടക്കം അരഞ്ഞപ്പോൾ ഇങ്ങനെ വന്നിട്ടുള്ളതാണ്. എന്നിട്ട് അതിനെ നമ്മളൊരു മോഡലിലേക്ക് ആക്കാം. ഐസ് ക്യൂബൊക്കെ കിട്ടുന്ന, ഐസ് ക്യൂബ് ഉണ്ടാക്കാനോ ചോക്ലേറ്റ് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സിലിക്കോണിൻ്റെ മോൾഡാണ്. അതിനകത്തേക്ക് ഒഴിച്ചു വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഫ്രീസ് ചെയ്യാം. എന്നിട്ട് അതിനെടുത്തിട്ട് ഒരു കണ്ടെയ്നറിലേക്ക്, പ്ലാസ്റ്റിക് കണ്ടെയ്നർ ഇതിലേക്ക് ആക്കിയിട്ട് നമ്മൾ ഇങ്ങനെ സൂക്ഷിക്കും. ഇത് എന്തിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഒരു പീസ്, സാമ്പാർ വറുത്തരച്ച സാമ്പാറിന് പകരം ഇത് ഒരു പീസ്, കടലക്കറി, ബീഫ്, ചിക്കൻ റോസ്റ്റ് അങ്ങനെയുള്ളതിലേക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഒരു ട്രിക്ക് നിങ്ങൾ പഠിച്ചില്ലേ? ഇനി അടുത്തതിൽ